ഇത് എൻ്റെ സ്വപ്നഭൂമി. സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കേളികേട്ട മനോഹരമായി പച്ചപുതച്ചു നിൽക്കുന്ന സുന്ദരദേശം. മലപ്പുറം ജില്ലയിലെ വയനാട് മണ്ഡലം ചോക്കാട് പഞ്ചായത്തിലെ ഉതിരംപോയിൽ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നാടിൻ്റെ സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇവിടം വിട്ടുപോകുന്നവർ വീണ്ടും തിരികെ എത്തുവാൻ തിടുക്കം കാണിക്കുന്നത്. പ്രദേശത്തിൻ്റെ ഹൃദയഭാഗത്തുകൂടി കടന്ന് തൊട്ടടുത്ത പ്രദേശത്തേക്ക് തഴുകി തലോടി കടന്നു പോകുന്ന കെട്ടുങ്ങൽ ചിറയും അമ്പലക്കടവ് ചിറയും യുവാക്കളുടെയും കുട്ടികളുടെയും ഉല്ലാസ കേന്ദ്രങ്ങളാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിതീർത്ത കെട്ടുങ്ങൽ ചിറ പിന്നീട് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വിപുലമായ സംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കി കൂടുതൽ മികവുറ്റതും ഭംഗിയുള്ളതുമാക്കി മാറ്റി. ഇവിടെ കെട്ടിനിർത്തുന്ന ജലത്തിൻ്റെ സ്രോതസ് പ്രദേശത്തെ എല്ലാ വീടുകളിലെയും കുടിവെള്ളത്തിന് സഹായകരമാകുന്നു. ഇവിടെ ആഘോഷങ്ങൾക്ക് ജാതിയോ മതമോ ഇല്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ തുടങ്ങി വിവിധ ജാതി മതസ്ഥരുടെ ഓരോ ആഘോഷവും ഈ പ്രദേശത്തിൻ്റെ കൂടി ആഘോഷമാണ്. മോർണിംഗ് സ്റ്റാർ ക്ലബിൻ്റെയും നാട്ടുകാരുടെയും ശക്തമായ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രദേശത്തിന് ലഭിച്ച പൊതുകളിസ്ഥലം ഇന്ന് ജില്ലാ സംസ്ഥാന തലം വരെയുള്ള പ്രതിഭകളെ വാർത്തെടുക്കാൻ സഹായകരമായതിൽ നമുക്ക് അഭിമാനിക്കാം. ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാലയം. പ്രദേശത്തെ 95% വരുന്ന ജനങ്ങളെയും അറിവിൻ്റെ അക്ഷയപാത്രത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ GMLP സ്കൂൾ. ഇവിടെയാണ് ഞങ്ങൾ പിച്ചവെച്ച് വളർന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ ആചാരി മാസ്റ്ററെ ഓർക്കാതെ ഞങ്ങൾക്കൊരു ബാല്യമില്ല. കലാകാരന്മാർ, കായിക പ്രതിഭകൾ, വിദ്യാഭ്യാസ വിചക്ഷണർ, രാഷ്ട്രീയ പ്രമുഖർ തുടങ്ങി സമൂഹത്തെ ഉന്നത തലത്തിലുള്ളവരെ വാർത്തെടുക്കാൻ സാക്ഷ്യം വഹിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാലയം.
മണ്ണും ചെളിയും മാത്രമുണ്ടായിരുന്ന മാളിയേക്കൽ പ്രദേശത്തേക്കുള്ള ഏക റോഡായിരുന്നു ഇത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ടാർ ചെയ്ത് പുതുക്കി പണിതതോടുകൂടി ഈ പ്രദേശത്തേക്കുള്ള യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെട്ടു. 1950-ൽ പ്രദേശത്തിൻ്റെ മതപ്രബോധനത്തിനും സാംസ്കാരിക നവോത്ഥാനത്തിനും ലക്ഷ്യമിട്ടുകൊണ്ട് ഹയാത്തുൽ ഇസ്ലാം സംഘം രൂപീകൃതമായി. തുടർന്ന് ഇസ്ലാമിക പഠനത്തിനായി 1952 മാളിയേക്കൽ റോഡിനോട് ചേർന്ന് സുല്ലമുൽ ഉലൂം മദ്രസ സ്ഥാപിക്കുകയുണ്ടായി. 1965 ജൂലൈ 2 പ്രദേശത്തെ ആദ്യ സുന്നി ജുമാ മസ്ജിദ് സ്ഥാപിക്കുകയുണ്ടായി. 2005 ഡിസംബർ 15 പുതുക്കിപ്പണിത പള്ളിയും മദ്രസയും ഉതിരംപൊയിലിൻ്റെയും പുല്ലങ്കോടിൻ്റെയും ഇസ്ലാം മതവിശ്വാസികളുടെ ഏക ഖബർസ്ഥാൻ ഉൾക്കൊള്ളുന്ന പള്ളി കൂടിയാണ്. ഇത് സലഫി മസ്ജിദ്. പ്രദേശത്തെ മതപ്രബോധനവും മതനവോത്ഥാനവും ലക്ഷ്യമിട്ടിറങ്ങി കേരള നദ്വത്തുൽ മുജാഹിദീൻ ആദർശത്തിലധിഷ്ഠിതമായ പ്രദേശത്തെ രണ്ടാമത്തെ വലിയ ജുമാ മസ്ജിദ്. 1983 സലഫി കുന്ന് ഭാഗത്ത് മതപഠനത്തിനായി മദ്രസ ആരംഭിക്കുകയും 1989 ഉതിരംപൊയിൽ അങ്ങാടിയോട് ചേർന്ന് KNMന്റെ നേതൃത്വത്തിൽ പള്ളിയും മദ്രസയും പുനഃസ്ഥാപിക്കുകയുമാണുണ്ടായത്. മറ്റു മതസ്ഥരുമായുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിലും മതസഹിഷ്ണുത നിലനിർത്തുന്നതിലും പ്രദേശത്തെ ഇരു പള്ളികളും മാതൃക പുലർത്തുന്നത് കൂടുതൽ സന്തോഷകരമാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി ഈ പ്രദേശത്തിൻ്റെ വളർച്ചയിൽ നേതൃത്വം നൽകിയ എല്ലാവരെയും സ്മരിക്കുന്നതോടൊപ്പം പ്രദേശത്തിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് 24/1/1984 രൂപീകരിച്ച് മദ്യഷാപ്പുകൾക്കെതിരെയും അഴിമതിക്കെതിരെയും ശക്തമായ സമരങ്ങൾ നടത്തിയ പ്രസ്ഥാനമാണ്. പ്രദേശത്തെ മുഴുവൻ വീടുകളിലും മരങ്ങൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ടും സമ്പൂർണ്ണ പാൻ മസാല നിരോധനത്തിന് നേതൃത്വം നൽകിയും മോർണിംഗ് സ്റ്റാർ ക്ലബ്ബ് പ്രദേശത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒപ്പം നടന്നവരിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. കളിൽ ദിവസം 1-2 വാഹനങ്ങൾ മാത്രം പോയിരുന്ന പ്രദേശത്തെ പ്രധാന പാത ഇപ്പോൾ തിരക്കേറിയ ടൂറിസ്റ്റ് സഞ്ചാരികളുടെ സ്വപ്നപാതയാണ്. ഇരുഭാഗത്തും മരങ്ങളാൽ അലങ്കൃതമായ ഈ പാത മലയോര ഹൈവേ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ ഊട്ടിയിലേക്കും മൈസൂരിലേക്കുമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ടപാത കൂടിയാണ് ഞങ്ങളുടെ സ്വന്തം നാട്ടിലൂടെയുള്ള ഈ യാത്ര. പുല്ലങ്കോട് ആസ്പിൻവാൾ കമ്പനിയുടെ ഭാഗമായ കടിഞ്ചീരിയൻ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഹരിതവൃക്ഷങ്ങളുടെ നാടായ ഉതിരംപൊയിൽ ദേശം ഞങ്ങളുടെ അഹങ്കാരവും അഭിമാനവുമാണ്. ഏതാണ്ട് 1500ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ പ്രധാന വരുമാന മാർഗം റബ്ബർ കൃഷിയും വിദേശത്തു നിന്ന് ലഭിക്കുന്ന പണവുമാണ്. നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഞങ്ങളുടെ പ്രചോദകരായി നിന്ന് ഒടുവിൽ പാതി ദൂരം പിന്നിടും മുമ്പേ ഞങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടവരുടെ മരിക്കാത്ത ഓർമ്മകളുമായി നമുക്ക് യാത്ര തുടരാം, നമ്മുടെ സ്വന്തം നാടിൻ്റെ വിജയത്തിനും വികസനത്തിനും വേണ്ടി.